വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നുള്ള വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് സ്റ്റോറിയുമായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോയാലോ? അതിന് മുന്നേ നിങ്ങളുടെ സ്റ്റോറീസ് ഞാനുമായിട്ട് ഷെയർ ചെയ്യാൻ എൻ്റെ ചാനലിലൂടെ വായിച്ച് കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചോളൂ കേട്ടോ. ഞാൻ എൻ്റെ ചാനൽ വഴി വായിക്കാം. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് രണ്ട് പേരാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്റ്റോറീസ് എന്തെങ്കിലും പറയുമോ, എൻ്റെ കുട്ടിക്കാലത്തെ സ്റ്റോറീസ് എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് 3-4 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ലൈഫിൽ നടന്ന ഒരു സ്റ്റോറി പറയാണ്. ഞാനെപ്പോഴും സ്ട്രേഞ്ചേഴ്സിനങ്ങനെ എനിക്കറിയാത്ത ആൾക്കാരുടെ സ്റ്റോറീസ് അല്ലേ പറയാം. അപ്പോൾ ഇന്ന് ഫസ്റ്റായിട്ട് എൻ്റെ സ്റ്റോറി പറയാം. എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ നടന്ന കഥയാണ്. ആ സമയത്ത് എനിക്കൊരു മറ്റേ മൈനനെ കിട്ടി. മൈനെന്ന് പറഞ്ഞാൽ ചിലയിടത്ത് കിറുങ്ങണത്തി എന്നൊക്കെ പറയും. അതിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത പറമ്പിൽ ഒരു തെങ്ങിൽ നിന്നൊരു ചേട്ടനെടുത്ത സമയത്ത് 2 കിളിക്കുഞ്ഞുണ്ടായിരുന്നു. അതിലൊരെണ്ണത്തിന് എൻ്റെ വീട്ടിൽ നിന്നും ഒരെണ്ണത്തിന് ആ ചേട്ടനെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഇത് വളരെ ചെറുതായിരുന്നു കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ കിളിച്ചു വരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയ്ക്ക് ചെറുതായിരുന്നു. അപ്പോൾ കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് കൂടൊന്നുമില്ല, എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് മറ്റേ കാർഡ്ബോർഡിൻ്റെ ബോക്സ് കൊണ്ടുവന്ന് അതിൻ്റെ ഡോറൊക്കെ വെച്ച് ചെറിയ ജനലൊക്കെ വെച്ച് അങ്ങനെ ഈ കിളിക്കുഞ്ഞിനെ അതിനകത്തായിരുന്നു 2-3 ദിവസം താമസിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ പോയി മറ്റേ കമ്പി വാങ്ങിക്കൊണ്ടുവന്നേ, ഈ ചെറിയ ഹോളുള്ള കമ്പി എന്നല്ല പറഞ്ഞ വലിയ ഷീറ്റല്ല, ഒരു നെറ്റ് പോലത്തെ സാധനം വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അത് വെച്ച് അച്ഛൻ തന്നെത്താനെ കൂടുണ്ടാക്കിയിട്ട് അതിന് ജനലില്ല, ഡോറും അതിന് കിടക്കാൻ പാകത്തിന് കൂടും, പിന്നെ ഇരിക്കാനായിട്ടൊരു കമ്പ് വെച്ചൊരു ഇരിക്കാനായിട്ടൊരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുണ്ടാക്കിയിട്ട് ഉടനെ അതിനകത്തിട്ടില്ല, കാരണം കുഞ്ഞതായതുകൊണ്ട് തണുപ്പടിച്ചും ഉറുമ്പൊക്കെ കയറി ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ ഫേസ് ബോണിനകത്തായിരുന്നു അതിനിട്ടത്. ഫേസ് ബോണിനകത്തൊരു ടവലൊക്കെ ഇട്ട് ഒരു തുണിയൊക്കെ ഇട്ടിട്ട് അതിനകത്തായിരുന്നു വെച്ച് കൊടുത്തോണ്ടിരുന്നത്. അപ്പം എന്നിട്ട് ഈ കിളിക്കുഞ്ഞിന് എന്ത് കൊടുക്കുമെന്ന് അറിയത്തില്ല, അതിന് പഴമൊന്നും കൊടുത്തിട്ട് അത് കഴിക്കുന്നുണ്ടായില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിലാണെന്നുണ്ടെങ്കിൽ നിറയെ പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ്, കുഞ്ഞു പുല്ല്. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പുൽച്ചാടിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഞാനും അച്ഛനും കൂടെ എന്ത് ചെയ്യും, പുൽച്ചാടിയൊക്കെ പിടിക്കാൻ പോകും. പുൽച്ചാടി എനിക്ക് പിടിക്കാൻ പേടിയൊന്നുമില്ല കേട്ടോ, കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ പിടിക്കാൻ പേടിയൊന്നുമില്ല. അങ്ങനെ ഞാനും അച്ഛനും കൂടെ പോയിട്ട് നിറയെ പുൽച്ചാടിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇതിന് കൊടുക്കും. അതിനിഷ്ടമാണ്, അത് കഴിക്കും. അങ്ങനെ കുറച്ച് നാളോടെ കഴിഞ്ഞ് 2-3 ആഴ്ചയോടൊക്കെ കഴിഞ്ഞപ്പം കിളിക്കുഞ്ഞ് കുറച്ചുകൂടെ വലുതായി, അതിന് കൂട്ടിക്കിടക്കാറായി. അപ്പോൾ കൂട്ടിക്കിടക്കാറായ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനെ കൂട്ടിലേക്ക് മാറ്റി. എന്നിട്ട് ഞങ്ങൾ ഇതിനെ പുൽച്ചാടിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ കിളിക്കുഞ്ഞിനെ കൊണ്ട് പോകും. അങ്ങനെ കിളിക്കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് അതിന് ഇഷ്ടമുള്ള ഫുഡ് നല്ല പുൽച്ചാടിയൊക്കെ പിടിച്ചു കൊടുക്കുക, തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇതിന് നിറയെ തൂവലൊക്കെ കിളിച്ചു. ഇത് വലുതായി കഴിഞ്ഞിട്ട് ഇതിന് കുളിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബേസിനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ കൂടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അത് ഇറങ്ങി കുളിക്കും. മറന്നു പോകത്തൊന്നുമില്ല കേട്ടോ, നമ്മളോട് ഇണങ്ങിയതുകൊണ്ട്, കുഞ്ഞിനെ കിട്ടിയതായതുകൊണ്ട് അങ്ങനെ കുളിക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും. പിന്നെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ തുറന്നു വിടും. റൂമിൽ തുറന്നു വിടുമ്പോൾ അവിടെ എല്ലാം ഇരിക്കും, കസേരയിലൊക്കെ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ തലയിലൊക്കെ വന്നിരിക്കും കേട്ടോ. ഭയങ്കര പാവമായിരുന്നു. ഞാൻ അതിനോട് ഒളിച്ച് പാത്ത് കളിക്കില്ല, അങ്ങനെ ഒളിച്ച് പാത്തൊക്കെ കളിക്കുമായിരുന്നു. മനുഷ്യർ കുഞ്ഞിൻ്റെ കൂടെ തന്നെ കേട്ടോ, സംസാരിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അതുപോലെ പാത്തൊക്കെ കളിക്കും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അമ്മ കുറച്ചാളോടൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അതിനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തത്തമ്മ പൂച്ചെന്ന് പറയാനും അങ്ങനെയൊക്കെ സംസാരിക്കും. പിന്നെ വീട്ടിൽ ഓട്ടോ വരുമ്പോൾ ഓട്ടോയുടെ സൗണ്ട്, പിന്നെ അമ്മയെ പോവാന്ന് പറയും, അച്ചാച്ചിന്ന് വിളിക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇത് സംസാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10-15 വർഷം ഈ കിളിക്കുഞ്ഞ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ചിന്നു എന്ന് പേരിട്ടു. കിളിക്കുഞ്ഞല്ല, ഇപ്പം വലുതായി. കിളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ചിന്നു എന്നായിരുന്നു എൻ്റെ പേര്. അങ്ങനെ ഒരു 10-14-15 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മയുടെ വീട്ടിലെ പൂച്ചക്കുഞ്ഞുണ്ടായപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നു. അപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇത് വലിയൊരു വഴക്കൊന്നുമില്ലായിരുന്നു. അഴിച്ചു വിടുന്ന സമയം പിന്നെ ഞങ്ങളെ കിളി അഴിച്ചു വിടാണ്ടായിരുന്നു, ശരിക്കും ഓർമ്മയില്ല. എന്നിട്ട് ഒരു ദിവസം അപ്പോൾ പൂച്ചയും വലുതായി, കിളി അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ചിന്നുവിനെ കുളിപ്പിക്കാനായിട്ട് ഞങ്ങൾ തുറന്നു വിട്ട് ബേസിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ചിന്നു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് തൂവലൊക്കെ ഉണക്കാനായിട്ട് ഈ ബേസിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നിട്ടാണെങ്കിൽ ചിറകിട്ടൊക്കെ അടിക്കാൻ. അപ്പോഴത്തേന് ഈ പൂച്ച ഓടി വന്നിട്ട് ഇതിനെ കയറി പിടിച്ചു. അപ്പോൾ കളിക്കാനായിട്ട് പിടിച്ചാണോ എന്താണെന്നറിയില്ല. അപ്പോഴത്തേന് ഞങ്ങൾ വേഗം പൂച്ച കാണും, പക്ഷെ അതിനെ കടിച്ച് കൊല്ലുമൊന്നും ചെയ്തില്ല. പക്ഷെ അതിൻ്റെ കാലിൽ ഇങ്ങനെ ഒരു സ്കിന്ന് പോലെ ഒരു സാധനമുണ്ട്, അത് ഇളകിപ്പോയി ഒരെണ്ണം. എന്നിട്ട് ഞങ്ങൾ പൂച്ചക്കടിയൊക്കെ കൊടുത്തു, അതിനെ കൂട്ടിക്കയറ്റി. പിന്നെ വേറെ മുറിവുകളും കാര്യങ്ങളൊന്നും ഇല്ല, നോക്കിയപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു. പക്ഷെ പതിയെ ആളങ്ങ് സൈലൻ്റായി, ഒതുങ്ങി കൂടിയിരിക്കുന്നു. ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആൾ ആക്റ്റീവായിട്ടുള്ളത് കുറഞ്ഞു. പുറത്തിറങ്ങി ഇനി പൂച്ച പിടിച്ചത് പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല, പുറത്തേക്ക്
പുറത്തേക്ക് ഇറങ്ങാതെയായി. അങ്ങനെ എനിക്ക് കുളിക്കാൻ ഇറക്കിയാലും അതങ്ങനെ കുളിക്കാൻ ഒരു വട്ടം കൂടെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ കുളിക്കാൻ ഇറങ്ങില്ല, കളിക്കാൻ ഇറങ്ങില്ല. പക്ഷെ കൂട്ടിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുക. അങ്ങനെ 2-3 വർഷം കൂടെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ടൊരു ദിവസം ഒരു സന്ധ്യയായപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസം അതിന് വയ്യാണ്ടായിരുന്നു. ശരിക്കും ഫുഡ് കഴിക്കലൊക്കെ കുറഞ്ഞു. പിന്നെ പ്രായം അത്രയായി. അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇടിയൊക്കെയുള്ള മഴയായിരുന്നു. അപ്പം ഞാനും അമ്മയെല്ലാം കൂടെ കട്ടിൽ കയറിയിരിക്കും ഇടിയൊക്കെ ഉണ്ടായിരുന്നു വെച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ മഴയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ അത് കൂടുതൽ ചത്ത് കിടക്കുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ ആയിരുന്നത്. എപ്പോഴും കൂടെ എനിക്ക് കുഞ്ഞിലേ കിട്ടിയതായിരുന്നു. ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ. എന്നെ കൊത്തൊന്നുമില്ല. പക്ഷെ എൻ്റെ ചേച്ചി ഭയങ്കരമായിട്ട് കൊത്തുമായിരുന്നു. എന്താണെന്നറിയില്ല, ചേച്ചി കണ്ടുകൂടായിരുന്നു. കാണുമ്പോഴേ ഭയങ്കര കൊത്തലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വേണ്ടി ഭയങ്കര കൂട്ടം, എന്നെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു സങ്കടമായിട്ടുള്ള സ്റ്റോറിയാണ്. അതിന് ഞാൻ ഇപ്പോഴും മിസ് ചെയ്യട്ടോ. പക്ഷെ അന്ന് ആ ടൈമിൽ നമ്മളുടെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്ന സമയമല്ല, പിന്നെ ക്യാമറയൊന്നും ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസ് ഒന്നും എടുത്ത് വെക്കാനോ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതാണ് എൻ്റെ ഒരു സ്റ്റോറി. അപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് അയച്ചു തന്ന സ്റ്റോറീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റോറി നോക്കാവേ. ഹൈ ഡിയർ, ഇതെൻ്റെ കുട്ടിക്കാലത്തെ സ്റ്റോറിയാണ്. ഞാൻ 4th മറ്റോ പഠിക്കുന്ന ടൈം കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ഏജ് 38 ആയി. ഞാൻ വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീടിന് വലിയ മുറ്റമാണ് ഉള്ളത്. സൈഡിൽ ഫുൾ മരങ്ങളൊക്കെയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കണ്ടു. തൊട്ടടുത്തുള്ള ചെറിയ മരത്തിൽ ഒരു കിളിക്കൂട്. ഞാൻ ഓടിപ്പോയി ചേച്ചിയെ വിളിച്ചോണ്ട് വന്നു. ആ കിളിക്കൂട് എടുത്തു തരാൻ വാശി പിടിച്ചു കരഞ്ഞു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ വയ്യാത്ത കൊണ്ട് എടുത്തു തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി വലിയ തോട്ടി എടുത്തോണ്ട് വന്നു. ചേച്ചി വീണ്ടും ചോദിച്ചു, കൂടെ എടുക്കണോ, നമുക്ക് പോയാലോ എന്ന്. ഞാൻ സമ്മതിച്ചില്ല. വീണ്ടും വാശി പിടിച്ചു കരയാൻ തുടങ്ങി. അവസാനം ചേച്ചി കൂട് തള്ളി താഴെയിട്ടു. കൂടെടുക്കാനായി സന്തോഷത്തോടെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അതിൽ 3 മുട്ടകൾ ഉണ്ടായിരുന്നു. അത് 3ഉം പൊട്ടിപ്പോയി. പാവം അമ്മക്കിളി വരുമ്പോൾ കൂടുമില്ല, തന്റെ മുട്ടയുമില്ല. ചേച്ചിയുടെ വക വഴക്കും കിട്ടി. മുട്ടകൾ പൊട്ടിയ സങ്കടത്തിൽ കൂടെടുക്കാതെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പൊ നമുക്ക് പുതിയ കുറച്ച് സ്റ്റോറീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.